ഹലോ, NAS+2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസിൽ നമുക്ക് ചാപ്റ്റർ 8 പ്രിപ്പറേഷൻ ഓഫ് ഫുഡിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, എങ്ങനെ നമ്മൾ കട്ട് ചെയ്യണം പിടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂട്രീഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ മുൻപേ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അല്ലെങ്കിൽ ഡിഷസിൽ അതിൻ്റെ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ പോഷകഘടകങ്ങളൊന്നും മിസ്സാവാണ്ട് എങ്ങനെ നമുക്കൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് പറയുന്നത്. 3 മെത്തേഡാണ് മെയിനായിട്ട് പറയുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് സമ്മിശ്രണം എന്ന് പറയുന്നത്. ഈ സമ്മിശ്രണം എന്നുള്ള വേർഡിൽ തന്നെയുണ്ട്, നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ പ്രോട്ടീൻസും എല്ലാ ന്യൂട്രീഷൻസും നമുക്ക് കിട്ടില്ല അല്ലേ. ഒരു പെർട്ടിക്കുലർ ഫുഡിൽ നിന്ന് നമുക്ക് മീനും ഇറച്ചിയും കിട്ടുന്നതിലൂടെ കിട്ടുന്നത് പ്രോട്ടീനാണ്, പച്ചക്കറികൾ കിട്ടുമ്പോൾ വേറെ വൈറ്റമിൻസ് കിട്ടുന്നു. അങ്ങനെ ഓരോരോ ഭക്ഷണങ്ങൾക്കും ഓരോരോ ന്യൂട്രീഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് എല്ലാം അതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരാവശ്യമുണ്ട്, എന്താണ്, എല്ലാ ന്യൂട്രീഷൻസും കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫുഡ് ഐറ്റംസും മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മീലിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ന്യൂട്രീഷൻസ് അടങ്ങുന്ന ഒരു മീൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫുഡ് വേണം, നമ്മൾ ഒരു ഡിഷ് വേണം കഴിക്കാനായിട്ട് എന്നുള്ളത്. ഇവിടെ സമ്മിശ്രണത്തിൽ പറയുന്നത് അതേ കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഒന്നിൽ നിന്ന് മാത്രം എല്ലാ ന്യൂട്രീഷൻസും കിട്ടാത്തത് കൊണ്ട് ഡിഫറെൻറ്റ് ന്യൂട്രീഷൻസ് അവൈലബിൾ ആയിട്ടുള്ള പോഷക ഘടകങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ആഹാരങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതാണ് സമ്മിശ്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പുളിപ്പിക്കലാണ്. ഈ പുളിപ്പിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി ഒരു ഫുഡിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ തൈരൊക്കെ ചേർത്തിട്ട് നമ്മൾ അത്തരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ ആ ഒരു ഭക്ഷണത്തിൽ കിടന്ന അതിൻ്റെ ഒരു പ്രക്രിയയുടെ ഫലമായിട്ട് ആ ഭക്ഷണത്തിലുള്ള പോഷകങ്ങളെ നല്ല രീതിയിലേക്ക് കൺവേർട്ട് ആകും അല്ലേ, കുറച്ചും കൂടെ ലളിതമായിട്ടുള്ള കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള പോഷകങ്ങളാക്കി മാറ്റുക. അതിനെയാണ് പുളിപ്പിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. നമ്മൾ ചെറിയ മാവും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൈരോ അല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റൊക്കെ ചേർക്കുന്നില്ല. അതൊക്കെ ഇത്തരത്തിലുള്ള പുളിപ്പിക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ്. കുറച്ചും കൂടെ പോഷകങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമാക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ ലളിതമാക്കാനും കുറച്ചും കൂടെ നല്ല പോഷകങ്ങളാക്കി മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ്. ഈ പ്രക്രിയയിലൂടെ നമുക്ക് പുതിയ പോഷകാഹാരം അല്ലെങ്കിൽ പോഷകങ്ങളാണ് അതിലൂടെ കിട്ടുന്നത്. ഇപ്പോൾ വൈറ്റമിൻ സി കിട്ടുന്നു, വൈറ്റമിൻ ബി കിട്ടുന്നു, അതുപോലെ ബി കോംപ്ലക്സ് തുടങ്ങിയിട്ടുള്ള പോഷകങ്ങളൊക്കെ ഈ പുളിപ്പിക്കലിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുളപ്പിക്കലാണ്. ഈ മുളപ്പിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഏതെങ്കിലും ഒരു ധാന്യം നമ്മൾ കുറച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അങ്ങനെ ഒരു രാത്രി മുഴുവൻ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലുപ്പം വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ആ വെള്ളം കളഞ്ഞിട്ട് നമ്മളൊരു തുണിയിൽ ഉണക്കിയെടുത്തിട്ട് ഒരു തുണിയിൽ നമ്മൾ ഉണക്കിയെടുക്കുക. മീൻസ് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു തുണിയിൽ നമ്മൾ കെട്ടിവെക്കുക. ഒരു 12 to 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാം, അതിൽ നിന്ന് വെള്ള കളറിലുള്ള ചെറിയ ചെറിയ മുളകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ മുളപ്പിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മുളപ്പിക്കലിലൂടെ ആ ധാന്യങ്ങളുടെ പോഷകങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഗോതമ്പ്, അതുപോലെ തന്നെ ബജ്ര, ചെന്ന അല്ലെങ്കിൽ പയർ, ഇത്തരത്തിലുള്ള ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കാൻ ബെസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അത്യാവശ്യം പ്രോട്ടീനൊക്കെ കഴിക്കണം, അത്യാവശ്യം ന്യൂട്രീഷൻസ് അകത്തേക്ക് പോകണം എന്നുള്ളവർ ഇത്തരത്തിലുള്ള മുളപ്പിച്ച പയർ പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 ഘട്ടങ്ങൾ, പുളിപ്പിക്കൽ, മുളപ്പിക്കൽ, അതുപോലെ സമ്മിശ്രണം, ഈ 3 ഘട്ടങ്ങളിലൂടെ വന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പോഷകാഹാരം നമ്മൾ ഈ കയറുന്നതായിരിക്കും, കുറച്ചും കൂടെ ന്യൂട്രീഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് മുളപ്പിക്കലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗോതമ്പ് പോലുള്ള മറ്റ് ധാന്യങ്ങൾ, പയർ പോലുള്ള ധാന്യങ്ങളാണ്. അതുപോലെ തന്നെ പുളിപ്പിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈസ്റ്റ്, തൈരൊക്കെ ചേർത്തിട്ട് പുളിപ്പിച്ച് അങ്ങനെ കഴിക്കില്ലേ, വൈറ്റമിൻ ബിയും സിയും ബി കോംപ്ലക്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സമ്മിശ്രണം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്നിൽ നിന്ന് മാത്രം നമുക്ക് എല്ലാ വൈറ്റമിൻസും എല്ലാ ന്യൂട്രീഷൻസും നമുക്ക് കിട്ടില്ല. അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സിലുള്ള മൾട്ടിപ്പിൾ ഫീൽഡിലുള്ള ഭക്ഷണങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളൊരു ദിവസം ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് എല്ലാ പോഷകങ്ങളും കിട്ടത്തുള്ളൂ. എല്ലാ പോഷകങ്ങളും കിട്ടാനുള്ള ഒരു ഈസി വേ ആണ് ഈ സമ്മിശ്രണം എന്ന് പറയുന്നത്. ഇത് 3 പഠിച്ചു വെച്ചോളൂ കേട്ടോ.